ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം. കാരണം രാവിലെ എഴുന്നേറ്റ് 6 മണിക്ക് എഴുന്നേറ്റു. ഞായറാഴ്ച ദിവസം ജോലിക്ക് പോകണമെങ്കിൽ നമ്മൾ 6 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം. 6 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് ജോലിക്ക് പോകുകയെന്ന് പറയുന്നത് എന്നെ വെച്ച് നോക്കുമ്പം ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കാശ് വേണ്ടേ ജീവിക്കാൻ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റു, ജോലിക്ക് വന്നു. എൻ്റെ വീടിന് ഇവിടുന്ന് ഒരു അരമണിക്കൂറില്ല, ഇച്ചിരി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അരമണിക്കൂർ കൂടുതൽ പോവും. ഒരു 20 മിനിറ്റ് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ജോലി സ്ഥലത്ത് വരുന്നത്. വന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ ഒരു കാപ്പി ഇട്ട് കുടിക്കും. അതിൻ്റെ കൂടെ ഒരു ബിസ്ക്കറ്റ് അത് കഴിച്ചാൽ നമ്മുടെ മോർണിംഗ് അങ്ങോട്ട് ശുഭമായിട്ട് അങ്ങോട്ട് തുടങ്ങും. അത് കഴിഞ്ഞാൽ നമ്മൾ ലഞ്ച് നമ്മൾ ഇറ്റാലിയൻ ഫുഡാണ് കഴിക്കുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ഇറ്റാലിയൻ ഫുഡാണ്, കാരണം നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും, ഞാൻ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുന്നത്. വൈകുന്നേരം ഞാൻ അങ്ങനെ കഴിക്കാറില്ല, നേരെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് തന്നെ പോകും കേട്ടോ. അപ്പോൾ ഇതാണ് ഡെയിലി കാണുന്ന എൻ്റെ ഞായറാഴ്ച ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. പിന്നെന്താ, ഇതിനിടയ്ക്ക് എന്തെങ്കിലും കുട്ടി കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാം, ഒരു വ്ളോഗായിട്ട് പോസ്റ്റ് ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അറിഞ്ഞൂടാ, നോക്കാം. അപ്പോൾ എന്താ, രാവിലെ തന്നെ നമുക്ക് കാപ്പി ഉണ്ടാക്കി തുടങ്ങാം. നമ്മുടെ കാപ്പി നിറഞ്ഞു. അപ്പോൾ നമ്മൾ കാപ്പി ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം ഇങ്ങനെയാണ് കേട്ടോ. ഇത് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരൊച്ച വരും, ഒരു സൗണ്ട് വരും. ആ സൗണ്ട് വന്നിട്ട് തീരാറാകുമ്പോഴത്തേക്കും ഒരു സൗണ്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നിറഞ്ഞു, ഇതിനകത്ത് പ്രത്യേകിച്ച് നിറയാനൊന്നും ഇല്ലയെന്ന്. അപ്പോഴത്തേക്കും നമ്മളിത് ക്ലോസ് ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കരിഞ്ഞ സ്മെല്ല് വരും കേട്ടോ. ഇതുണ്ടാക്കിയെടുക്കാൻ അധികം നേരം നമുക്ക് ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഈ സാധനം 2 മിനിറ്റിനുള്ളിൽ ഈ സാധനം റെഡി ആയിട്ട് കിട്ടും. ബിസ്ക്കറ്റ്. നമ്മുടെ നാട്ടിൽ നമ്മൾ രാവിലെ എന്തൊക്കെയാണ് കഴിക്കുന്നത്? ഇഡ്ഡലി, ദോശ, പുട്ട്, ചപ്പാത്തി, പൂരി, ഇതൊക്കെയല്ലേ കഴിക്കുന്നത്. ഇവിടെ ഇറ്റലിയിൽ എല്ലാവരും കഴിക്കുന്നത് കഫേ, അല്ലെങ്കിൽ മറ്റേ ലാത്തെ, പാലിൻ്റെ കൂട്ടത്തിൽ ബിസ്ക്കറ്റ്, അല്ലെങ്കിൽ പാലിൻ്റെ കൂടെ ബ്രെഡ് പീസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ നല്ല വിഭവസമൃദ്ധമായ ആഹാരമൊന്നും കഴിക്കാറില്ല. പക്ഷെ എനിക്ക് നാട്ടിലെ ഫുഡാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ അത് അധികം ഹെൽത്തി അല്ല. ഇതൊക്കെയാണ് ഹെൽത്തി എന്ന് ഞാൻ പറയത്തില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമ്മുടെ നാട്ടിൽ പഞ്ചസാര ഇട്ട് എല്ലാ വീട്ടിലും പൊതുവെ പഞ്ചസാര ഇട്ട് ഇളക്കിയ നമ്മൾ ചായ കുടിക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരിത്തിരി പ്രായമായി കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും മറ്റേ ഈ പഞ്ചസാരയ്ക്ക് പകരം ഒരു ലിക്വിഡ് ഒഴിക്കത്തില്ലേ, സംഭവത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സാധനം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതുപോലുള്ളൊരു സാധനമാണ്. എനിക്കധികം ജനറൽ നോളേജ് ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സാധനമാണ് ഇവിടെയുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നല്ല ബിസ്ക്കറ്റും കഴിച്ച് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ഇങ്ങനെ തുടങ്ങാം. അത് കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത വിശേഷം. ഫോൺ വയ്ക്കുന്ന കാര്യം വളരെ കഷ്ടം. ഇനി ഞാൻ ഇറ്റാലിയൻസിൻ്റെ ലഞ്ചിൻ്റെ രീതികൾ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഇവിടെ ഇറ്റാലിയൻസ് ഫുഡ് കഴിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു പ്ലേറ്റിൽ തോരൻ, കറി, അച്ചാറ്, പിന്നെ പപ്പടം, അങ്ങനെയെല്ലാം കൂടി ഒരുമിച്ചല്ലേ കഴിക്കുന്നത്. ഇപ്പോൾ ചിക്കനോ മീനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ചോറിൻ്റെ കൂടെ അല്ലേ കഴിക്കുന്നത്. ഇവിടെ ഇറ്റാലിയൻസ് കഴിക്കുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, പിന്നെ സ്വീറ്റ്സ്, പിന്നെ കഫേ, അങ്ങനെ കേട്ടോ. അപ്പോൾ അതിനൊരു ഓർഡറുണ്ട്. ആദ്യം ചിലപ്പോൾ പാസ്ത ആയിരിക്കും, ആദ്യം ഒരു പാസ്ത കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പം റെസ്റ്റോറൻറ്റിലൊക്കെ ആണെങ്കിൽ അതിന് മുന്നേ ആൻറ്റിപാസ്ത എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പാസ്തയ്ക്ക് മുന്നേ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാനോ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, എന്തെങ്കിലും ചെറിയ ഫ്രൈകൾ എന്തെങ്കിലുമൊക്കെ കാണും. അത് കഴിച്ചിട്ടായിരിക്കും ഒരു പാസ്ത കഴിച്ച് തുടങ്ങുന്നത്. അപ്പം നമ്മൾ വീടുകളിലൊക്കെ ആണെങ്കിൽ ഒരു പാസ്ത ആയിരിക്കും ആദ്യം കഴിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ അറിവിൻ്റെ പരിധിയിലുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഇതൊക്കെ. അപ്പോൾ പാസ്ത കഴിക്കും. പാസ്ത കഴിച്ച് കഴിഞ്ഞാൽ അവർ ചിക്കനോ മീറ്റോ, പിന്നെ എന്താ പറയുന്നത്, ഫിഷോ, അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ അവർ ഫിഷിൻ്റെയോ ചിക്കൻ്റെയോ മീറ്റിൻ്റെയോ കൂട്ടത്തിൽ അവർ വെജിറ്റബിൾസ് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ അത് കഴിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സ്വീറ്റ്സ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുന്നത് കേട്ടോ. സ്വീറ്റ്സ് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് കഴിക്കും. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് ഓർഡറിൽ ഇന്ന് ഞാൻ കഴിച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കണ്ടാലോ.
ഇറ്റാലിയൻസിന് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ വന്ന് കയറിയപ്പോഴും 3-4 മീൻകുട്ടികളെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് എൻ്റെ നാടോർമ്മ വന്ന് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു 3-4 മീൻകുട്ടികൾ. അവരെ എടുത്ത് എൻ്റെ വല്യമ്മ കിണറ്റിക്കളഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ നീ ഇവിടെ ഇല്ലല്ലോ, ഇനി ഇതിൻ്റെ ആവശ്യം ഈ വീട്ടിലില്ല എന്നായിരുന്നു മറുപടി. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻകുട്ടികളെയൊക്കെ. അപ്പോൾ ഇതാണ് ഇറ്റാലിയൻസിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്. ഇന്ന് കഴിക്കാനുണ്ടായിരുന്നത് ലസാഞ്ഞയായിരുന്നു. ലസാഞ്ഞ എന്ന് പറയുന്നത് ഈ കാണുന്ന സാധനമാണ്. ലസാഞ്ഞ എന്ന് പറയുന്നത് വെജിറ്റേറിയനും കാണും, അതുപോലെ തന്നെ നോൺ വെജും കാണും. ഇത് നോൺ വെജാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് ബിഷമല്ല എന്ന് പറഞ്ഞിട്ടൊരു ക്രീമുണ്ട്. ഇവിടെ ഇറ്റാലിയൻസ് ഉണ്ടാക്കുന്ന ഒരു ക്രീമാണ്. അതും അതിൻ്റെ കൂട്ടത്തിൽ ടൊമാറ്റോ സോസും, പിന്നെ ടൊമാറ്റോ സോസിനുള്ളിൽ മീറ്റിൻ്റെ എന്തോ ഒരു സംഭവം കൂടെ ചേർത്തിട്ടാണ് ആ സോസ് ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും കൂടെ ഈ പാസ്തയ്ക്കകത്ത് വെച്ച് മിക്സ് ചെയ്തിട്ട് ഓവനിൽ വെച്ച് ചൂടാക്കി എടുക്കുന്നതാണ് ഈ ലസാഞ്ഞ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ മീറ്റ് ബോൾസ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് മീറ്റ് ബോളല്ല, ചിക്കൻ ബോളാണ്. ഇത് ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ വെജിറ്റബിളും ഉണ്ടായിരുന്നു. ഇതൊരു വെജിറ്റബിളാണ്. ഇവിടെ ഇറ്റാലിയൻസ് ചിക്കൻ്റെ കൂടെ കഴിക്കാൻ, അതായത് ചിക്കനോ മീനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് മീറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വെജിറ്റബിളും കാണും കേട്ടോ. അപ്പോൾ ഇത് പുള്ളിക്കാരിയുടെ ഒരു പരീക്ഷണമായിരുന്നു. ഇവിടെ മീറ്റ് ബോൾസ് എന്ന് പറയുന്നത് പൊൾപ്പേത്ത എന്നാണ് കേട്ടോ. അപ്പം ഇവർ ഇറ്റാലിയൻസ് പൊൾപ്പേത്ത എന്ന് വിളിക്കുന്നത് മീറ്റ് ബോൾസിനാണ്. ഇത് പക്ഷേ മീറ്റ് ബോൾ അല്ല, പുള്ളിക്കാരിയുടെ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ടക്കീനോ കോഴിയിൽ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇതും സൂപ്പറായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് കളർ ഒരു സോസും കൂടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതിലിങ്ങനെ മുക്കി കഴിക്കാൻ വളരെ രുചിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ടക്കീനോടെ ചെറിയൊരു ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് പറയുന്നത് പെത്തതി പൊള്ളോ എന്നാണ് കേട്ടോ. ഈ ഒരു ചിക്കൻ ഇങ്ങനെ വറുത്ത് വെച്ചേക്കുന്നതിന് പറയുന്നത് പൊരിച്ചോ വറുത്തോ എന്തോ എണ്ണയ്ക്കകത്തിട്ടിട്ട് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്. ഇതിന് പറയുന്നത് പെത്തതി പൊള്ളോ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രൂട്ട്സ് വരും. അപ്പം ഞാൻ കഴിച്ചത് ഫ്രാഗോള എന്നാണ് കേട്ടോ ഇറ്റാലിയനിൽ സ്ട്രോബെറിക്ക് പറയുന്നത്. അപ്പോൾ ഫ്രാഗോളയും അതിൻ്റെ കൂട്ടത്തിൽ പൈനാപ്പിൾ, അനന്നാസ് എന്നാണ് പൈനാപ്പിളിന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ മെലോണ ഉണ്ടായിരുന്നു, ഒരു ഓറഞ്ച് കളറൊരു സാധനം, മഞ്ഞയും ഓറഞ്ചൊക്കെ ആയിട്ടൊക്കെ ഇരിക്കും. അതിന് നാട്ടിലെന്താ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ ഇവിടെ എഴുതി കാണിക്കാം കേട്ടോ അതിനെന്താ പറയുന്നതെന്ന്. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് സ്വീറ്റ്സ് വരും. ഇറ്റലിയിൽ ഒരുപാട് ഇഷ്ടം പോണക്ക് സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റാണ്. എപ്പോഴെങ്കിലും ഇറ്റലിയിൽ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കണം, ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. സ്വീറ്റ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പറ്റിയ പോലെ അബദ്ധം പറ്റരുത്. ആ സ്വീറ്റിനകത്ത് ലിക്കറുള്ളൊരു സ്വീറ്റായിരുന്നു, പക്ഷെ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കഴിക്കാൻ, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഇതെല്ലാം കഴിഞ്ഞ് ലഞ്ച് അവസാനിപ്പിക്കുന്നത് ഒരു ഗ്ലാസ് കഫേ കുടിച്ചിട്ടായിരിക്കും കേട്ടോ. എക്സ്പ്രസ്സോ ഇച്ചിരിയുമേ കാണത്തുള്ളൂ, ഒരു ചെറിയൊരു കപ്പിനകത്ത് ഒരു ഇച്ചിരിയേ കാണത്തുള്ളൂ. അതുകൂടെ കുടിച്ചു കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഇറ്റാലിയൻസ് പൊതുവേ ഇത് കുടിക്കുന്നത് ഉറക്കം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മിക്കവരും ഇത് കുടിക്കാറ്. അപ്പോൾ കഫേയും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയും ഞാൻ ഷൂട്ട് ചെയ്യുന്നുള്ളൂ, കാരണം ഒട്ടും വയ്യ. ഇത്രയും കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് വേണം എനിക്കിടാൻ വേണ്ടിയിട്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ.